പ്രകടിപ്പിക്കാൻ തന്നെ ഉള്ളതല്ലേ. ഇപ്പൊ കൊളപ്പുള്ളിയെ ഒരാള് തന്തയ്ക്ക് വിളിച്ചു എന്ന് വിചാരിക്കുക, പൂരത്തെറി വിളിച്ചു എന്ന് വിചാരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്കത് കേട്ട് നിൽക്കാനുള്ള ക്ഷമയുണ്ടാകും. ആ ക്ഷമ മറ്റുള്ളവർക്കും ഉണ്ടാകണമെന്ന് നിങ്ങൾ നിർബന്ധിച്ചാൽ നടക്കുന്ന കേസാണോ? ഏ നിങ്ങൾ പെരുമാറുന്നത് പോലെ മറ്റുള്ളവരും പെരുമാറണം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നടക്കുമോ? വേറൊരു വ്യക്തിയെ പറഞ്ഞിട്ട് അയാൾ അങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണ്. ഞങ്ങൾ രണ്ടും തികച്ചും വ്യത്യസ്തരായിട്ടുള്ള രണ്ട് വ്യക്തികളല്ലേ? രണ്ട് മാതാവിൻ്റെയും രണ്ട് പിതാവിൻ്റെയും മക്കളല്ലേ? രണ്ട് പശ്ചാത്തലത്തിൽ വളർന്നു വന്നവരല്ലേ? അപ്പോൾ അയാളെ പോലെ ഞാനാകുമോ? എന്നെ പോലെ അയാളാകുമോ? ഞാൻ ചിലപ്പോൾ അട്ടിച്ചാൽ അട്ടിക്കുന്നവരെ തിരിച്ച് അട്ടിച്ച് ചമ്മന്തി പരുവമാക്കുന്ന ആളായിരിക്കും. വേറൊരാൾ ചിലപ്പോൾ ഒരടി അടിച്ചിട്ട് നിർത്തുമായിരിക്കും, വേറൊരാൾ ക്ഷമിച്ചു മുന്നോട്ട് പോകുമായിരിക്കും. നിങ്ങളെ കമ്പയർ ചെയ്യുന്നത് തന്നെ തെറ്റല്ലേ കുളപ്പുള്ളേ? തെറ്റല്ലേ? നിങ്ങൾ ഫേക്ക് ഐ ഡി ആണെന്ന് എനിക്ക് മനസ്സിലായി, അത് തെറ്റല്ലേ? മറ്റൊരാളെ പോലെ നമുക്കാകാൻ പറ്റില്ല. കുളപ്പുള്ളിയോട് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ ഇങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ്? അത് ഉൾക്കൊള്ളാൻ തന്നെയല്ലേ നമുക്കൊരു വിവേചന ബുദ്ധി തന്നിരിക്കുന്നത്. നിങ്ങളും ഞാൻ ഞാനുമേ ആകത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ എതിരഭിപ്രായം പ്രകടിപ്പിക്കാൻ പറ്റില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അഭിപ്രായം എന്ന് പറയുന്നത് എല്ലാവർക്കും മാന്യമായിട്ട് പ്രകടിപ്പിക്കാനുള്ളതാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കാം. പക്ഷേ ആ കമന്റ് അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് എന്ന് പറയുമ്പോൾ സാമാന്യം അത് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടാവണം. രണ്ട് വ്യക്തികളല്ലേ? നമ്മുടെ ഒരമ്മ പ്രസവിച്ച മക്കൾക്ക് പോലും എല്ലാവർക്കും ഒരേ സ്വഭാവമായിരിക്കുമോ? ആയിരിക്കില്ല. പിന്നെ ഇവന്മാരോട് ഈ ശൈലിയെ പറ്റൂ. ഇവന്മാരോട് നമ്മൾ കൂടുതൽ മാന്യമായിട്ട് സംസാരിച്ചാൽ ഇവന്മാർ പറയണതൊക്കെ കുളപ്പുള്ളി കേൾക്കുന്നില്ലേ? ഒന്ന് കടന്നു തരുമോ? അതൊന്ന് കാണിച്ചു തരുമോ? ഇതൊന്ന് കാണിച്ചു തരുമോ? ഒന്ന് കളിക്കാൻ തരുമോ? ഇതൊക്കെ ചോദിക്കുമ്പോൾ എങ്ങനെ നമ്മൾ മിണ്ടാതിരിക്കുക? നമ്മൾ മനുഷ്യരല്ലേ? ഈ സമൂഹത്തിൽ ജീവിക്കുന്ന പച്ചയായ മലയാള തനിമയുള്ള മനുഷ്യരല്ലേ നമ്മളെ ഒരാള് നിന്റെ തന്ത തെണ്ടിയാടാ എന്ന് പറയുമ്പോൾ എൻ്റെ തന്ത പറയുന്നു, സ്വാഭാവികമല്ലേ? നമ്മളിൽ ഒരു റിയാക്ഷൻ ഉണ്ടാകത്തില്ലേ? അത് എനിക്കുണ്ടാകാൻ പാടില്ല എന്നാണോ? എൻ്റെ തന്തയും തള്ളയൊക്കെ പറയുമ്പോൾ സ്വാഭാവികം. നമുക്കങ്ങനെ പ്രതികരിക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്നത്തെ സമകാലിക മലയാളത്തിൽ വന്ന ഒരു വാർത്ത നിങ്ങൾ നോക്കിക്കോ. ഇവന്റെ മുഖം, ഞാൻ പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ മുഖം കാണിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? മാധ്യമങ്ങൾ ഈ മുഖങ്ങളും മുക്കുവാണ്. ഇവരുടെ പേരും രാഷ്ട്രീയവും ഒക്കെ കണ്ടിട്ട് ഇവനെ ഒന്ന് നോക്കിക്കോ. ചിലപ്പോഴാണെങ്കിൽ തമ്പനയിലിൽ എനിക്ക് ഇവൻ്റെയൊക്കെ ഫോട്ടോസ് വെക്കാൻ ചിലപ്പോൾ ഞാൻ മറന്നും പോകും. അതുകൊണ്ട് ഇവന് ആള് 6-ാം നൂറ്റാണ്ടിലെ ബുദ്ധിയാണ് ഇവന്. ഇസ്ലാമിനെ ഒന്ന് വെള്ളപൂശാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നബിയുടെ ചര്യ എങ്ങനെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നൊന്ന് പഠിപ്പിച്ചതാണ്. ലൈംഗിക അതിക്രമ പരാതിയിൽ സ്വകാര്യ സ്കൂൾ അധ്യാപകനായിട്ടുള്ള മലപ്പുറം വാണിയമ്പലം മടശ്ശേരി സ്വദേശിയായിട്ടുള്ള മുൻസാഫിർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇയാള്. ഇയാളെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? നമ്മൾ എങ്ങനെ ഇയാളെ കുറ്റം പറയാൻ പറ്റുക? ഇയാളെ വെളുപ്പിക്കുന്ന ബാലുവണ്ണനെയും ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പൊ കുന്നംകുളത്തെ സ്വകാര്യ സ്കൂളിലെ 7 വിദ്യാർത്ഥികൾ ചൈൽഡ് ലൈന് നൽകിയ പരാതിയിലാണ് ഇവനെ തൂക്കിയത്. ആൺകുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ ഹോസ്റ്റൽ വാർഡൻ കൂടിയായിട്ടുള്ള അധ്യാപകനെയാണ് പോലീസ് തൂക്കിയത്. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ ഒരുപാട് കുട്ടികളെ മാറിയും തിരിഞ്ഞും ഇവൻ പീഡിപ്പിച്ചു. തൃശ്ശൂര് കുന്നംകുളത്തെ സ്വകാര്യ സ്കൂളിലെ താൽക്കാലിക അധ്യാപകനും ഹോസ്റ്റൽ വാർഡനുമാണ് ഇവൻ. സ്കൂളിലെ 7 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. എല്ലാവരും മുന്നോട്ട് വരുമോ എന്നതൊരു ചോദ്യമാണ്. വിദ്യാർത്ഥികൾ തന്നെ നേരിട്ട് ചൈൽഡ് ലൈന് പരാതി നൽകി. അതോടെയാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത്. താൽക്കാലിക അധ്യാപകനായി കഴിഞ്ഞ ഇയാള് 1 വർഷത്തോളമായിട്ട് ഈ സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ട്. ചൈൽഡ് ലൈൻ വിവരം അറിയിച്ചതിനെ തുടർന്നിട്ടാണ് കുന്നംകുളം പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ കുട്ടികൾക്ക് നല്ല വിവരവും ബോധവുമുണ്ട്. അപ്പൊ അവർക്ക് കാര്യങ്ങൾ ശരിക്കും അറിയാം.
നമ്മളെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എന്തെങ്കിലും ചെയ്യണോ? അപ്പോൾ ഇവര് ഗൂഗിളിൽ ChatGPT ചോദിക്കും, എന്നെ ഇങ്ങനെ ഉസ്താദ് അതല്ലെങ്കിൽ അറബിക് അധ്യാപകൻ എന്നെ ഇങ്ങനെ ഞങ്ങൾ പീഡിപ്പിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ChatGPT ഇവർക്ക് നമ്പറും അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ്റെ അഡ്രസ്സ്, ഫോൺ നമ്പർ എല്ലാം കൊടുത്തിട്ട് ധൈര്യമായിട്ട് നിങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞോളാൻ പറയും. അപ്പോൾ നമ്മുടെ ബാലുവണ്ണൻ്റെ കോൺസെപ്റ്റ് പ്രകാരം ഇതൊരു തെറ്റാണോ? ബലാത്സംഗങ്ങൾ വർദ്ധിക്കാനുള്ള കാരണത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാ മനഃശാസ്ത്രജ്ഞരും പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്കറിയോ 5 വയസ്സുള്ള പെൺകുട്ടികൾ വരെ ബലാത്സംഗം ചെയ്യപ്പെടാനുള്ള ഒരു കാരണം ആധുനിക ഫാസ്റ്റ് ഫുഡുകൾ, അതായത് ആധുനിക ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് തടിച്ചു വെളുത്ത പെണ്ണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങോട്ട് കാണിക്കുന്ന ഡ്രസ് ഇടും. ഇന്ന് മക്കളെയൊക്കെ എടുത്തിട്ട് ഒരു സ്ത്രീ ട്രെയിനില്ലേ, ഞാൻ പറയുന്നത് നിങ്ങൾ സയൻസ് പറയുന്നത് പഠിക്കണം. അല്ല ഈ കൈത്തന്റെ ഒക്കെ കാണിച്ച് കച്ചമൊക്കെ കാണിച്ച് എല്ലാം കാണിച്ചിട്ടൊരു പെണ്ണ് പുരുഷനെ പറ്റി പഠിച്ചിട്ട് പറയുന്നത് അവന്റെ ഹോർമോൺ സ്ത്രീയേക്കാൾ 10 ഇരട്ടി ഉയർന്നു നിൽക്കും. ആ ഹോർമോൺ ഹൈയിലേക്കെത്തി എങ്ങനെ അറിയോ? കാഴ്ച കാണും തോറുമാണ്, സ്ത്രീയുടെ സൗന്ദര്യം കാണും തോറുമാണ്. അത് കാണും തോറും വികാരത്തിന്റെ സമ്മിറ്റിലേക്ക് അവൻ എത്തും. അങ്ങനെ എത്തുമ്പോ പിന്നെ അവൻ ഒരു വികാര ജീവിയാണ്. അവന്റെ ഞാൻ പ്രേമത്തിന്റെ ആരാധനായ ഒരു വികാര ജീവിയാണ്. വിവേകം ബ്രെയിൻ നഷ്ടപ്പെടും. പിന്നെ അവനോട് പറയുന്ന മെസ്സേജ് എന്നറിയോ? 5 വയസ്സുള്ള പെൺകുട്ടിയെ പറ്റി അവന്റെ മനസ്സിലെന്നറിയോ? പെണ്ണേ, എന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ പറ്റിയ ഇറച്ചി കഷ്ണമാണ് നീ. അതുകൊണ്ടാ പിടിച്ചോട് അധ്യാപകർ വരെ കുട്ടികളെ പിടിക്കുന്നത്. എന്തുകൊണ്ടാ? നിങ്ങൾ ശരിക്കും, ഞാൻ ആരെയും നിരപരാധിയാക്കല്ല, നമ്മുടെ മക്കളെ നമ്മൾ ഇടിക്കുന്നു. പെണ്ണെ, എന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ പറ്റിയ വെറും ഒരു ഇറച്ചി കഷ്ണം മാത്രമാണ് നീ എന്നാണ് പുരുഷനിലെ സ്ത്രീയേക്കാൾ 10 ഇരട്ടി ഉയർന്നു നിൽക്കുന്ന ഹോർമോൺ സമ്മിറ്റിലെത്തിയിട്ട് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം ഉണ്ടാകും, ഇതിപ്പോ ബാലുശ്ശേരി പറഞ്ഞതല്ലേ? ഇതേ അഭിപ്രായം തന്നെ ഇപ്പോൾ എല്ലാ മുസ്ലിം സ്ത്രീകൾക്കും ഉണ്ടായിരിക്കണമെന്നുണ്ടോന്ന്? ഉണ്ട്. ഇവര് പഠിപ്പിക്കുന്നതല്ലേ നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ പറയാൻ പറ്റുള്ളൂ. ഈ ഉസ്താദുമാര് പഠിപ്പിക്കുന്നതല്ലേ അവരുടെ അനുയായികൾക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോ നമ്മുടെ നല്ല പ്രസംഗിച്ച് നല്ല മൂഡിലെത്തിയപ്പോഴേക്കും ഒരു താത്താടെ കിളി പോകുന്നുണ്ട്. നോക്കട്ടെ. സ്ത്രീകളും ഇപ്പോൾ സെക്സ് ഒക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നോക്കട്ടെ. സാന്ദർഭികമായിട്ട് ഓർമ്മ വരുന്നത് കൊണ്ടാണ് എനിക്കത് നേരത്തെ തന്നെ എടുത്ത് സൂക്ഷിച്ചു വെക്കാൻ പറ്റാത്തത്. തുടർന്നു മാറ്റങ്ങളുണ്ട്, അവർക്ക് ശാരീരികപരമായ വ്യത്യാസങ്ങളുണ്ട്. ഒരു പുരുഷന്റെ സെക്ഷാലിറ്റി എന്ന് പറയുന്നത്, ഒരു പുരുഷന്റെ ലൈംഗിക തൃഷ്ണ എന്ന് പറയുന്നത് കാഴ്ചയാണ്. നഗ്നതയും അർദ്ധനഗ്നതയും കൊണ്ട് സ്ത്രീ പുരുഷന്മാരുടെ ഹൈപ്പോതലാമസ് എന്ന ലൈംഗിക ഗ്രന്ഥി ഉത്തേജിപ്പിക്കപ്പെടുകയും അങ്ങനെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണുകൾ, ലൈംഗിക ഹോർമോണുകൾ ഉത്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ സ്ത്രീയുടെ ശാരീരികാവസ്ഥ, ജൈവികാവസ്ഥ അങ്ങനെയല്ല. സ്ത്രീകൾക്ക് അങ്ങനെ കാഴ്ച കൊണ്ട് അവർക്ക് ലൈംഗിക മോഹം ഉണ്ടാവുകയില്ല. ഇങ്ങനെ ഉത്പാദിപ്പിക്കപ്പെടുന്ന സ്ത്രീ പുരുഷ ഹോർമോണുകൾ, ടെസ്റ്റോസ്റ്റിറോണുകൾ പുരുഷ ശരീരത്തിൽ അടിഞ്ഞുകൂടുമ്പോൾ അത് ഒരു തനിക്ക് ഉത്തേജിപ്പിക്കപ്പെടുന്ന വസ്തുവിനെ ആക്രമിക്കാനും കീഴടക്കാനുമുള്ള ഒരു ടെൻഡൻസി, അക്രമവാസന പുരുഷ ശരീരത്തിൽ ഉണ്ടാവുന്നു. അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു ഘട്ടത്തിൽ, ആ ഒരു അവസ്ഥയിലേക്കാണ് സ്ത്രീയെയും പുരുഷനെയും, ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഒന്നിച്ചിരുത്താമെന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വന്നത്. എന്നാൽ നമുക്ക് പറയാനുള്ള, സ്കൂൾ ബസ്സിൽ ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് കൊണ്ടുപോയത് കൊണ്ടല്ലേ 4 വയസ്സുള്ള കുഞ്ഞിനെ ക്ലീനർ കയറി പിടിച്ചിട്ട് പുറകിലത്തെ ബസ്സിന്റെ സീറ്റിൽ കൊണ്ടിട്ട് ചെയ്തതല്ലേ? ടെസ്റ്റോസ്റ്റിറോൺ
പ്രശ്നമാണിതൊക്കെ. ഇവരുടെ ഇവരുടെ കുഴപ്പമൊന്നുമല്ല. ഇവരങ്ങനൊന്നും ചെയ്യുന്നവരൊന്നും അല്ല. അപ്പോ ബാലുശ്ശേരി പറയുന്നത് എന്ത്? ബാലുശ്ശേരിയുടെ മാത്രം അഭിപ്രായമല്ല. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കാരം ഇതാണ്. ഇസ്ലാം എന്താണോ പഠിപ്പിക്കുന്നത് അതാണ് ഇവരിവിടെ വന്ന് പറയുന്നത്. അത് പറയുമ്പോൾ നമുക്ക് അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം ടെസ്റ്റോസ്റ്റിറോണും ഹൈപ്പോതലാമസും വ്യത്യസ്തമായിട്ടുള്ള സെക്ഷൽ ഹോർമോൺസുമാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്കൂൾ അധ്യാപകരെയും മദ്രസ അധ്യാപകരെയും ഒക്കെ നമുക്ക് ഒരു കാര്യവുമില്ലാതെ നമുക്ക് അവരെ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. അവരെ എങ്ങനെ കുറ്റം പറയാ? മോന് വേണോ? ഡോറടച്ചേ. ഇനി മുതൽ മദ്രസകളില് പീഡിപ്പിക്കുന്ന വാർത്ത തന്നെ ഉണ്ടാകും അല്ലേ? മതപരമായിട്ടുള്ള മാനം അതിന് കണ്ടു കഴിഞ്ഞില്ലേ? ഇനിയും എന്തിനാ അമാന്തിക്കുന്നത്? ക്ഷേത്രത്തിൽ സുപ്രഭാതം വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറത്ത് ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകരും വലിയ മുദ്രാവാക്യം വിളികളുമായിട്ട് എത്തിയിരുന്നു. അവരെ ജയിപ്പിക്കാനുള്ള ബാധ്യത നമുക്കില്ലേ? കേരളത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാനും മുസ്ലിം സമുദായത്തിനു വേണ്ടി കേരളത്തിന്റെ ഭരണം ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞ് ഷാജിമാരൊക്കെ ഇറങ്ങി പുറപ്പെട്ടില്ലേ? കുറച്ച് സീറ്റുകളൊക്കെ അവർക്ക് കിട്ടിയില്ലേ? കൂറ് കാണിക്കണ്ടേ? ഹിന്ദുക്കളോടുള്ള ക്രിസ്ത്യാനികളോടുള്ള നമ്മുടെ വെറുപ്പ് എന്താണ് എന്നൊന്ന് ബോധ്യപ്പെടുത്താൻ കിട്ടിയ ഒരു അവസരം. അപ്പോൾ പള്ളികളിലെ ബാങ്ക് വിളി അത് പ്രോബ്ലം. കൊളപ്പാടുള്ള വിഷ്ണു ക്ഷേത്രത്തിലാണ് ഇവരെത്തിയത്. ഇടവണ്ണക്കടുത്ത് കൊളപ്പാട് മഹാവിഷ്ണു ക്ഷേത്രം. കഴിഞ്ഞ ദിവസം നടന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിജയിച്ചാര UDF അല്ലേ? UDF ആണ് ജയിച്ചത്. മുസ്ലിം ലീഗ്. ഞാൻ പറയും മുസ്ലിം ലീഗ് അല്ല, പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ജയിച്ചത്. UDFന്റെ കൂടെ ഇത്തവണ മത്സരിച്ച ആരെങ്കിലും മുസ്ലിം ലീഗ്, വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി, പിന്നെ SDP. അപ്പൊ എല്ലാ ഇസ്ലാമിക ശക്തികളും കോൺഗ്രസ് എന്ന പാർട്ടിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് മത്സരിച്ച് ജയിച്ച തെരഞ്ഞെടുപ്പാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം ജയിച്ചു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പറ്റുവെക്കാൻ പാടില്ല, ക്ഷേത്രത്തിലെ ആരാധനയുടെ ഭാഗമാണ്. അത് പാടില്ല എന്ന് കോൺഗ്രസുകാർക്ക് ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ പ്രകടനം നടത്താൻ കേരളത്തിൽ കഴിഞ്ഞെങ്കിൽ കേരളം അതിവേഗത്തിൽ ഇസ്ലാമിക അജണ്ടയ്ക്ക് ഇത് തന്നെയല്ലേ VS പറഞ്ഞത്? വരാൻ പോകുന്ന ഒരു 10-20 കൊല്ലങ്ങൾക്കിടയിൽ കേരളം ഇസ്ലാം മത രാജ്യമായി മാറിയിരിക്കും. ഇനി ബാലുശ്ശേരി പറഞ്ഞതിനനുസരിച്ചിട്ടാണെങ്കിൽ ഇനിയും 4 കൊല്ലമേ കാണും ഇസ്ലാം മത രാജ്യമായി മാറാൻ. എത്ര വർഷമായി? 2017, 2018, 2019 അല്ലേ കക്ഷി ഇത് പറയുന്നത്? 10 വർഷം ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുമെന്ന് പറഞ്ഞില്ലേ? അതിനുവേണ്ടിയുള്ള പണി അവരെടുത്തോണ്ടിരിക്കുവല്ലേ? നിങ്ങൾ കുത്തുന്ന ഓരോ UDFന് കൊടുക്കുന്ന ഓരോ വോട്ടും പൊളിറ്റിക്കൽ ഇസ്ലാമിന് കൊടുക്കുന്നവരാണ്. ആര് ഭരിക്കും? സതീശൻ ഭരിക്കോ? KC വേണുഗോപാൽ ഭരിക്കോ? അതോ രമേശ് ചെന്നിത്തല ഭരിക്കോ? ആര് ഭരിച്ചാലും അവര് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കത്തേ ഉള്ളൂ. സ്റ്റിയറിംഗ് ഇരിക്കുന്നത്, ബ്രേക്ക് ചവിട്ടുന്നത്, ആക്സിലേറ്റർ ചവിട്ടുന്നത് ലീഗും അല്ല. ഇസ്ലാം പൊളിറ്റിക്കൽ ഇസ്ലാം. ലീഗ് പഴയ ലീഗൊന്നും അല്ലെന്നേ. ലീഗ് പഴയ ലീഗ് ഒന്നും. ഇന്നലെ ഒരു ചിത്രം, ഒരു വീഡിയോ ഉണ്ടല്ലേ, നമ്മുടെ MP മാരെല്ലാം കൂടെ പാർലമെന്റിൽ മുന്നിൽ നിന്ന് TA KT എന്നുള്ള പാട്ട് പാടുന്നത് നമ്മുടെ ഒരു വീഡിയോ ലക്ഷത്തോളം ആളുകൾ കണ്ടു. ആ പാട്ട് പാടാൻ വേണ്ടി 2 MP മാരുണ്ടായിരുന്നില്ല. ശ്രദ്ധിച്ചായിരുന്നു? അബ്ദുൽ സമദ് സമദാനിയും ET മുഹമ്മദ് ബഷീറും ആ പാട്ട് പാടാൻ വന്നില്ല. കാരണം അതിനകത്ത് അയ്യപ്പനെ വിളിക്കുന്നുണ്ട്. വെറുതെ വിളിക്കാൻ പറ്റില്ല. ഗംഗ എന്ന് പേരിട്ട് വീട്ടിൽ താമസിക്കത്തില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ഹിന്ദു സമുദായത്തിലെ ഹിന്ദു ബോധമില്ലാത്ത ജന്തുക്കളെ 5 വർഷം UDFന് ഭരണം കൊടുത്താൽ നിങ്ങളുടെ പെണ്ണുങ്ങൾ തട്ടമിട്ട് പുറത്തു നടത്തേണ്ടി വരും. അത്യാവശ്യമായി നിങ്ങൾ പൊന്നാരി പോകേണ്ടി വരും സുന്നത്ത് ചെയ്യാൻ. കേരളം ഇനി തിരിച്ചു പിടിക്കാൻ കഴിയാത്ത തരത്തിൽ ഇസ്ലാമിക ഭീകരതയ്ക്ക്, ഇസ്ലാമിസ്റ്റുകൾക്ക് തീറെഴുതി കൊടുക്കും നിങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വോട്ട് ചെയ്താൽ. അതിന്റെ ഉദാഹരണമാണ് കൊളപ്പാട് വിഷ്ണു ക്ഷേത്രത്തിൽ ഇന്നലെ നടന്ന പ്രകടനം. UDF നടത്തി, കോൺഗ്രസ് നടത്തിയ പ്രകടനം. ഇത് മാധ്യമങ്ങൾ വാർത്തയാക്കത്തില്ല.
അല്ല. ഹിന്ദുക്കളെ നിങ്ങളുടെ ശവപ്പെട്ടിയിൽ ആണിയടിക്കുന്നത് തുല്യമാണ്. UDF കേരളം ഭരിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തെ ഒരിക്കലും ഇനി രക്ഷപ്പെടുത്താൻ കഴിയില്ല. അത് തെളിഞ്ഞു കഴിഞ്ഞു. വിജയം കിട്ടി. 3-ാം ദിവസം വിജയം കിട്ടിയതിന്റെ പിറ്റേ ദിവസം CPM വടിവാളുമായിട്ട് പോയതൊക്കെ വലിയ വാർത്തയായി. എന്നാൽ അതിന്റെ തൊട്ടടുത്ത ദിവസം ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ സുപ്രഭാതം വെക്കരുത് എന്ന് പറഞ്ഞ് UDF ഗുണ്ടകൾ, ഇസ്ലാമിക ഭീകരന്മാരുടെ അച്ചാരം വാങ്ങിയ UDF പ്രവർത്തകർ ഇങ്ങനെ ഒരു പ്രകടനം നടത്തിയത് വാർത്തയാവില്ല കേരളത്തിൽ. UDFന് കുത്തിയ കേരളത്തിൽ എന്തു വാർത്തയാകണം, എന്തു വാർത്തയാകണ്ട, ഏതു വാർത്തയും എങ്ങനെ കൊടുക്കണം കൊടുക്കണ്ട എന്ന് ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന, തീരുമാനിക്കുന്ന ഫസൽ ഗഫൂറിന്റെയും CA റൌഫിന്റെയും മാധ്യമ പട്ടാളങ്ങളാണ്. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ് ഈ മതതീവ്രവാദത്തെ വാനോളം പൊക്കിയും പുകഴ്ത്തിയും നിങ്ങൾ കൊണ്ടു നടന്നപ്പോൾ നിങ്ങൾ ചിന്തിച്ചില്ലല്ലോ നിങ്ങൾ മതതീവ്രവാദത്തെയാണ് വളർത്തുന്നതെന്ന്. മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദപ്പെടില്ല. മാനവ സൗഹാർദ്ദമാണ് നമുക്ക് വേണ്ടത്. തലതിരിഞ്ഞ മതതീവ്രവാദ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്താലും ഇവർക്കിവിടെ വോട്ട് കിട്ടി അധികാരത്തിൽ കയറാൻ സാധിക്കും എന്ന ഒരു വിശ്വാസമുണ്ട്. ഇടതനും വലതനും മാറി മാറി ഈ രാജ്യത്തെ മുസ്ലിം തീവ്രവാദികളുടെ കയ്യിൽ കൊണ്ടുപോയി കെട്ടി താറുടുത്തുകൊണ്ടിരിക്കുകയാണ്. മതേതരത്വം എവിടെ പറയണമെന്ന് അവർക്കറിയാം. ഇതൊരു സാമുദായിക പാർട്ടിയാണ് എന്ന് എവിടെ പറയണമെന്ന് അവർക്കറിയാം. നിങ്ങൾക്ക് നമസ്കരിക്കുന്ന 5 നേരം നമസ്കരിക്കുന്ന, നോമ്പ് പിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെയാണ് ഞങ്ങൾ തന്നത് എന്ന് പറയുന്ന UDF-കാരനെ നമ്മൾ കണ്ടില്ലേ? ലീഗിനെ നമ്മൾ കണ്ടില്ലേ? എന്താ അവർ പറയുമോ മുസ്ലിങ്ങളുടെ മൂത്രമൊഴിച്ച കഴുകാത്ത, നമസ്കരിക്കാത്ത ഹിന്ദുക്കളുടെ, ക്രിസ്ത്യാനികളുടെ, കാഫിറുകളുടെ വോട്ട് എനിക്ക് വേണ്ടാന്ന് ഇവര് പറയൂ? ഹിന്ദു വിരോധം എവിടെ പറയണമെന്നും കപട മതേതരത്വം എവിടെ പറയണമെന്നും ഇവരെ ആരും പഠിപ്പിക്കണ്ട. ഇപ്പോ ഇവര് ലീഗ് വഴി UDF-ലെത്തി. പോപ്പുലർ ഫ്രണ്ടോ അതേ വഴി തന്നെയാണ് അവരും തെരഞ്ഞെടുത്തത്. കോൺഗ്രസിന്റെ കൊടി പിടിച്ച SDPI-ക്കാരാണ് മുസ്ലിം ലീഗുകാര്. ചിന്തിക്കണം. നമ്മള് മനുഷ്യർക്കിടയിൽ പരസ്പരം മതവിശ്വാസം പറഞ്ഞ് മനുഷ്യന്മാരെ ചൂഷണം ചെയ്ത് ഒരു BJP ഫോബിയ, ഒരു മോദി ഫോബിയ ഒക്കെ പരത്തിവിട്ട് അധികാര കസേരയിൽ അള്ളിപ്പിടിക്കാൻ ഒരു വേഷം കെട്ടിയിറങ്ങിയതാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇസ്ലാമിലൂടെ എന്ന് മുദ്രാവാക്യം വിളിച്ച ഇവർ സ്വന്തം മതവിഭാഗത്തെ വഞ്ചിക്കുകയും അന്യമതവിഭാഗത്തോട് കാപഠ്യം കാണിക്കുകയും ചെയ്തിട്ട് ഇവർക്ക് എന്താ വേണ്ടത്? അധികാരം മാത്രം. മുസ്ലിങ്ങൾക്ക് ഇതര മതവിഭാഗങ്ങൾക്കിടയിൽ ജീവിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് എപ്പോഴും അവർക്ക് മതരാജ്യം വേണമെന്ന ആവശ്യം അവർ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനും ഒക്കെ വാങ്ങി ഇവർ പോയെങ്കിൽ പോലും ഇന്ത്യയെ ഇനിയും വിഭജിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. വിഭജന സമയത്ത് ഇന്ത്യയിൽ നിന്ന് കുറെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയി. പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കളും സിഖുകാരും ഒക്കെ ഇന്ത്യയിലേക്ക് പോകാൻ ധാരണയായി. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഓടി വന്ന ഹിന്ദുക്കള്, സിഖുകാരുടെയൊക്കെ തലയില്ലാത്ത മൃതദേഹങ്ങൾ മാത്രമാണ് ഇന്ത്യയിലെത്തിയത്. പക്ഷേ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഓടേണ്ടിയിരുന്ന ഇസ്ലാം മത തീവ്രവാദികൾക്ക് വീണ്ടും പ്രത്യേകം വഴി വെട്ടിക്കൊടുത്ത്, ഷെൽട്ടർ ഉണ്ടാക്കി കൊടുത്ത്, ഒരു കവചം തീർത്ത് നെഹ്റു അവരെ ഇന്ത്യക്കകത്ത് തന്നെ ഒരു പാകിസ്ഥാനായിട്ട് ജീവിക്കാൻ അനുവദിച്ചു. ഇന്ത്യക്കകത്ത് വീണ്ടും ഒരു പാകിസ്ഥാൻ ഉണ്ടാക്കാൻ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ സ്വസ്ഥമായും സ്വതന്ത്രമായും ജീവിക്കുന്ന 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഒന്ന് ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയും കടത്തിവിട്ട് ഇന്ത്യ 1ാം സ്ഥാനത്ത് വന്നു എന്നൊക്കെ ഒരു പ്യൂർ റിസർച്ചിന്റെ ഒരു കണക്കൊക്കെ വന്നിരുന്നു. ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ അനധികൃതമായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അവരൊക്കെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കണം എന്നാരെങ്കിലും പറഞ്ഞാൽ അവരെ പുറത്താക്കാനായിരിക്കും ഇവർ ശ്രമിക്കുക. കാരണം ഇവരുടെ ലക്ഷ്യം ഇന്ത്യയെ തകർക്കുക എന്നാണ്. ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന രാജ്യവിരുദ്ധർ ഈ രാജ്യത്ത് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ഭരണകൂടമാണ്. പക്ഷേ ചില കാര്യങ്ങൾ പറയാതെ വയ്യ. ഇപ്പോ പാട്ട് ചിലർ പാടുന്നു. ഇസ്ലാം മതവിശ്വാസികൾ പള്ളികളില് മൈക്ക് കെട്ടിവെച്ചിട്ട് അലറി വിളിക്കുന്നു, ബാങ്കുവിളി. ഇത് ശല്യമാണ്. എല്ലാവർക്കും ഇത് സംഗീതമായിരിക്കില്ല, ചിലർക്ക് ഇത് അരോചകമാണ്.
കോളാമ്പി ലൗഡ് സ്പീക്കർ ഒഴിവാക്കാൻ കോടതി വിധി ഉണ്ടായിട്ട് പോലും ഇവരത് കേട്ടോ? പള്ളിമണി, ബാങ്ക് വിളി, സുപ്രഭാതം, ഇതൊക്കെ നമ്മുടെ നാട്ടില് നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചും തന്നെ മുന്നോട്ട് പോയിട്ടുള്ളതാ. ഇന്തോനേഷ്യയുടെ കാര്യം പറയാതിരിക്കുക ഭേദം. ഇതൊക്കെ നമ്മുടെ നാട്ടില് നടക്കും എന്നുള്ളതാണ് ഇവരുടെ ഒരു ആത്മവിശ്വാസം. കാരണം ഇവരെ എതിർക്കാൻ ഇവിടെ ആരുമില്ല. മാധ്യമങ്ങളൊക്കെ അവരുടെ കയ്യിലാണ്, ഭരണകൂടമൊക്കെ അവരുടെ കയ്യിലാണ്. ആരും ഇവരെ എതിർക്കില്ല എന്ന ഒരു ധാരണ. ഇനി ക്ഷേത്രങ്ങളിൽ സുപ്രഭാതം പറ്റൂല കേട്ടോ. അത് UDF മുസ്ലിം ലീഗും കൂടെ തീരുമാനം എടുത്തിരിക്കുകയാണ്. മലപ്പുറത്ത് UDF വിജയാഘോഷ പരിപാടിയിൽ ഇളവണ്ണ എന്നുള്ള പ്രദേശത്ത് മുസ്ലിം ലീഗും UDF കൂടെ ചേർന്ന് തീരുമാനമെടുത്തു. ഇനി നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സുപ്രഭാതം പാടില്ല. ആദ്യം വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ മറുപടി പറയാം. കേട്ടില്ലേ? ഞാൻ ഈ പറയുന്ന മറുപടി ഒരിക്കലും നല്ല എന്റെ സുഹൃത്തുക്കളായി നല്ല ഇസ്ലാമികളായി നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തെ മനസ്സിൽ വെക്കുകയും ചെയ്യുന്ന ഒരു മുസ്ലിമിനെ ഉദ്ദേശമല്ല, ഒരിക്കലും വിഷമം തോന്നല. ഇതുപോലെയുള്ള മത തീവ്രവാദികൾക്ക് കൊടുക്കേണ്ടതാണ്. ഞാനൊന്ന് മുസ്ലിം ലീഗിനോട് ചോദിച്ചോട്ടെ, നിന്റെ പാപ്പയുടെ വകയുണ്ട് അമ്പലം, അവിടെ എന്ത് പറ്റും തീരുമാനിക്കുന്നത്? അത് ഹിന്ദുക്കളും അവിടുത്തെ ദേവാലയങ്ങളും കമ്മിറ്റി അംഗങ്ങളുമാണ്, സർക്കാരും ഉണ്ട് കേട്ടോ. പിന്നെ നീ ആര്? നീ എവിടെ നിന്ന് വന്നത്? നിനക്ക് ഇന്ത്യയായിട്ട് എന്താ ബന്ധം? കേട്ടോ, തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ താൻ പാകിസ്ഥാനിൽ പോകണം. ഇവിടെ തനിക്ക് ഒരു കാര്യം ഓർമ്മയുണ്ടോ? അവരും മലരും കൂട്ടി വെച്ചോ ദാ വരുന്നുണ്ട് കാരണമെന്ന് പറഞ്ഞവന്മാരൊക്കെ പിന്നെ എവിടെയാണ് കണ്ണുറങ്ങുന്നതെന്ന് അറിയാമോ എനിക്ക്? പിന്നെ എവിടെയെല്ലാം റെയിലിടണമെന്ന് അറിയാമോ? പിന്നെ എത്ര നാൾ ജയിലിൽ കിടന്നെന്ന് അറിയാമോ? സ്വത്തുക്കളൊക്കെ എങ്ങോട്ട് പോയെന്ന് അറിയാമോ? ഇപ്പൊ ആ പാർട്ടി നിരോധിച്ചു. ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് അകത്തുള്ള ഒരു സംഭവമാണ്. ഇന്ത്യ ഭരിക്കുന്നത് RSSകാരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെയും കോൺഗ്രസ് എന്ന് പറയുന്ന വോട്ടിന് വേണ്ടി ഹിന്ദുക്കൾ ഇതുപോലെയുള്ള അവരുടെ ആത്മാഭിമാനവും ഇതുപോലെ അവരുടെ വിശ്വാസങ്ങൾ നഷ്ടപ്പെടുത്തി വോട്ടിന് വേണ്ടി നിന്റെയൊക്കെ മുന്നിൽ കുഞ്ഞിക്കുമ്പോഴേ അത് നീ അവിടെ അവന്മാരുടെ അടുത്ത് ഈ പറഞ്ഞാൽ മതി. കാരണം ഹിന്ദുക്കളായ ഈ യൗമാര് കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വിളിക്കുന്നത് UDF അവന്മാരെ വോട്ടിന് വേണ്ടി അവന്മാരെ വിശ്വാസങ്ങൾ നഷ്ടപ്പെടുത്തി ഇതുപോലെ കൊണ്ടുവന്ന് പന്നികൾക്ക് അടിയറ വയ്ക്കുകയാണ് ചെയ്യുന്നത്. നാണോ മാനോ ഇല്ലാതെ ഇത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ കാര്യത്തിൽ ഞാൻ പറയുന്നത് ഹിന്ദുക്കൾ ഒന്നാവണം ഇത്രയും കാര്യങ്ങൾ. കാരണം ഒരു ഭരണമില്ല ഇന്ത്യയിലും എല്ലാം അടിച്ചു കൂട്ടിർത്ത് കളഞ്ഞ് എന്നും ഒരു വിലയില്ല നടക്കുന്ന യുവന്മാര് അവിടെ എവിടെ നിന്ന് 3 ഇതുപോലെയുള്ള കൊലപടി പ്രസംഗം നടത്തണമെങ്കിൽ യുവന്മാർക്ക് ഭരണം കിട്ടിയുള്ള അവസ്ഥ ഹിന്ദുക്കൾ ആലോചിച്ച് നോക്കണേ. 5 വോട്ടിന് വേണ്ടി ഇതുപോലെയുള്ള പപ്പുമോനെ പോലെ ശിഖണ്ഡികൾ അവിടെ എവിടെ നടക്കും പോലെയൊക്കെ നിങ്ങൾ കൂട്ടുനിന്ന അവസാനം നിങ്ങൾ കരയേണ്ടി വരെ UDF യഥാർത്ഥ ഹിന്ദുക്കളെ. കേട്ടോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും നോക്കിക്കോണം. നിങ്ങളൊക്കെ 40 അമ്പലങ്ങളിൽ കമ്മിറ്റി പിടിച്ച് അമ്പലങ്ങളിൽ പോകണമെന്നും പറഞ്ഞ് പല കാര്യത്തിനും ഏറ്റെടുത്ത് ദേവസ്വം ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ട് ഇതുപോലെയുള്ള കൊലവിളി പ്രസംഗത്തിന് സർക്കാർ ഒന്നും വേണ്ടിയിട്ടില്ല. കാരണം അവനും വേണ്ടത് ഇവരുടെ വോട്ടാണ്. അവസാനം ക്ഷേത്രത്തിൽ കയറാൻ പറ്റൂല. ഇവരെ പോലുള്ള ഊളകൾ അവിടെ നിൽക്കും. കയറണോ വേണ്ടേന്ന്. നമ്മുടെ നൂറ്റാണ്ടുകൾ കൊണ്ടുള്ള പാരമ്പര്യമാണ് സുപ്രഭാതം. ഒരു കാലത്ത് ക്ലോക്ക് പോലും ഇല്ലാത്ത സമയത്ത് വാച്ച് പോലും ചില വീടുകളില്ല. എല്ലാ ജാതി മതസ്ഥർക്കും ഈ 5.5 മണിക്കുള്ള സുപ്രഭാതം കേട്ട് തന്നെ പലരും ഇടിച്ച് ജോലിക്കും പലയിടത്തും പോകുന്നുണ്ട്. അന്ന് തൊട്ടേ ഉള്ള ആചാരമാണ്. നിർത്താൻ പറയാൻ ഇവന്റെ വാപ്പയുടെ വകയോ ഇവന്റെ വാപ്പയോ അല്ല ഇന്ത്യ ഭരിക്കുന്നത്. കേരളത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ വാപ്പമാര് കാണുമായിരിക്കും. പക്ഷെ കേരളത്തിലും അല്ലെങ്കിൽ RSSും BJP സംഘടന കൊണ്ട് അറിയാമോ നിനക്കൊക്കെ? 5 ലീഗ് വെച്ച് ഒരു ഓപ്പൺ ചെയ്തിട്ട് പുണ്ണാക്കം ചെയ്യില്ല. അമ്പലത്തിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഇവിടെ ഹിന്ദു വിശ്വാസികളും ക്ഷേത്ര അമ്പല കമ്മിറ്റികളുണ്ട്. കേട്ടോ ലീഗെ, നീ നല്ല മുസ്ലിമായ പലരെയും പല സുഹൃത്തുക്കളും ഉണ്ട്. അവരെയൊക്കെ കൂട്ടുകാരി ഉണ്ടാക്കാനും വർഗീയം ഉണ്ടാക്കാനും തന്നെ പോലെയുള്ള വർഗീയ വിഷവാദികൾ ഇറങ്ങി ഇതുപോലെയുള്ള ഊടായ്പ വിളിച്ചാണ്ടല്ലോ ചിലപ്പോൾ ഉള്ളേലാവും. 3-4 ശിഖണ്ഡികൾ നടക്കണം വിളിച്ചെന്ന് പറയുന്നത് സുപ്രഭാതം എന്നുള്ള നീ ഒന്ന് ചെയ്തു നോക്ക്. പിന്നെ നിന്റെ എന്നൊക്കെ പലതോടത്ത് കളയുകയും ചെയ്ത് സുപ്രഭാതം വരികയും ചെയ്യും. അറിയാമോ നിനക്ക്? അറിയാമോ? ഈ ഇന്ത്യ എന്ന് പറഞ്ഞത് ഹിന്ദു രാഷ്ട്രമാണ് കേട്ടോ. ഇന്ത്യ എന്ന് പറഞ്ഞത് ഹിന്ദു രാഷ്ട്രമാണ്, അല്ല മുസ്ലിം രാഷ്ട്രമല്ല. താൻ ഇതുപോലെ ചെന്നത് കേൾപ്പിച്ചത് നമ്മൾ ആരെങ്കിലും ചെന്ന് വിളിക്കാണ് ഇവിടെ ഈ ആരാധന പറ്റൂല പള്ളികൾ വേണ്ടെന്ന് പറഞ്ഞ തല കാണൂടാ കിഴങ്ങ ദേവനമില്ലേടാ. മുസ്ലിം ലീഗ് തീവ്രവാദവും വർഗീയതൊക്കെ വെച്ച് കെട്ടിയോ? ഇല്ലെങ്കിൽ നിന്നെയൊക്കെ പിടിച്ച് അകത്തിടും. ഇന്ത്യ ഭരിക്കുന്ന ആരെന്നറിയോ? നരേന്ദ്രമോദിയാണ്. കാരണം ഹിന്ദുക്കൾ ഒരിക്കലും മുസ്ലിം ചിന്താധാരകൾ വേണ്ട അവർ വാങ്ങുകൊടുക്കലെന്ന് പറയാൻ വന്നിട്ടില്ല. കാരണം അവർക്ക് അതിന്റെ ആവശ്യമില്ല, നിങ്ങളുടെ വിശ്വാസമാണ്. പക്ഷെ ഇതുപോലുള്ള കൂതറകൾ പറയുമ്പോൾ നമുക്ക് ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. ഏതെങ്കിലും ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ബാങ്കുവിളി ഞങ്ങൾക്ക് അരോചകമാണ്, ഞങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ് എന്ന് പറയാറുണ്ട്. ഇപ്പോ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനാലയത്തിലെ എല്ലാ കാര്യങ്ങളും അവർക്ക് ചക്കരയാണ്. ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ മതവിശ്വാസങ്ങൾ ചക്കരയാണ്. അപ്പൊ മുസ്ലിം പള്ളികളിൽ ബാങ്ക് വിളിക്കാം, സ്ത്രീകളെ കയറ്റരുത്.
ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം. ഇസ്ലാമിക സ്കൂളുകളില് ഹിന്ദുക്കളുടെ പുസ്തകങ്ങള്, കുട്ടികളുടെ പുസ്തകങ്ങളൊന്നും പൂജ വയ്ക്കില്ല. അവിടെ ഹിജാബ് വേണമെങ്കിൽ ധരിച്ചോ, കുഴപ്പമില്ല. അപ്പോ അവനവന്റെ ആഘോഷങ്ങൾ, ആചാരങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ ഒരു